ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഓണത്തിന് തയ്യാറാക്കിയിട്ടുള്ള ഒരു സദ്യയുടെ ഫുൾ റെസിപ്പി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. ആദ്യം ശർക്കര വരട്ടിയാണ്. അത് സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ കായൊക്കെ അരിഞ്ഞ് അത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അത് ശർക്കര പാനിയിലേക്ക് ഇട്ടിട്ട് ശർക്കര വരട്ടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഉള്ളൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ വേണം കായ് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ശർക്കര വരട്ടിയുടെ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. അതുകൊണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. നന്നായിട്ട് ശർക്കരപ്പാനി നൂൽപ്പരുവായി വരുമ്പോൾ ഇതിലേക്ക് ഇനി വറുത്ത് വെച്ചിട്ടുള്ള കായ് ചേർത്ത് കൊടുക്കാം. കായ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ശർക്കരയൊക്കെ ഈ കായിലേക്ക് നന്നായിട്ട് കോട്ടാവുന്നത് വരെ ഇതൊന്ന് ഇളക്കി എടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിലേക്ക് ചുക്കും ജീരകവും ഏലക്കയോടെ പൊടിച്ചതാണ്, പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഇഞ്ചിപ്പുളിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ചോപ്പറിലാണ് ഈ ഒരു ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. എണ്ണയിൽ ഇഞ്ചിയൊക്കെ ആദ്യം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അത് മിക്സിയിൽ വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് കടുക് വറുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചിപ്പുളി തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചി ഉള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് കായപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ശർക്കര കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിന് തിളപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. ഇനി രസമാണ് അടുത്തത് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുകും ജീരകവും ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ആവശ്യത്തിന് എരിവിനും അനുസരിച്ചിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടിയും കുറച്ച് മാത്രം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കായത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കരിഞ്ഞു പോകാതെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് ഇതിനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തത് മോരുകറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വയ്ക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. തേങ്ങ ചേർക്കാതെയാണ് ഞാൻ മോരുകറി റെഡിയാക്കുന്നത്. അതിലേക്ക് ജീരകവും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തതും പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്.
അടിച്ചെടുത്തിട്ടുള്ളത് വേവിച്ചിട്ട് വെച്ചിട്ടുള്ള കുമ്പളങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരുപാട് തിളച്ച് പോവാതെ ഇതൊന്ന് പതഞ്ഞ് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കടുക് താളിച്ചൊഴിക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്ത് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ചേർത്ത് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് താളിച്ചൊഴിക്കുന്നുണ്ട്. ഇവിടെ കിട്ടുന്ന മോരിന് അത്ര പുളി ഇല്ലാത്തതുകൊണ്ടാണ് തേങ്ങ ചേർക്കാത്തത്. അടുത്തത് സാമ്പാറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് പരിപ്പും സാമ്പാറിൻ്റെ പീസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കടുകും ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കാം. സാമ്പാറിൻ്റെ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കായപ്പൊടിയും ഒക്കെ മഞ്ഞൾപ്പൊടി നേരത്തെ കഷ്ണങ്ങളിൽ ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ചേർത്തിട്ടില്ല. ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഓലനാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ വേവിക്കാൻ വയ്ക്കുന്നുണ്ട്. എരിവനുസരിച്ചിട്ട് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ഇതിനി വേവിച്ചെടുക്കാം. കുറച്ചൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് കുറച്ചുകൂടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നാം പാലും ചേർത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. ഒന്നാം പാൽ ചേർത്തിട്ട് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓലൻ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകറിയാണ് അടുത്തത് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കായും ചേനയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കുക്കറിൽ ചേനയ്ക്കും കായ്ക്കും ഒക്കെ കൂടുതൽ വേവുണ്ടെങ്കിൽ കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. എരിവനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു എരിവനുസരിച്ചിട്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കൂട്ടുകറിയിലേക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇനി ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉഴുന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തിട്ട് ഇതിനി തേങ്ങ നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. കൂട്ടുകറിയിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം. കടല നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടി അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്ത് വന്നപ്പോൾ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അരപ്പ് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ വറുത്ത് വെച്ചിട്ടുള്ളതും ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അടുത്തത് അവിയലാണ് തയ്യാറാക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അവിയലിലേക്കുള്ള തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജീരകവും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അടച്ചു വയ്ക്കാം. ഇത്രയേ ഉള്ളൂ, അവിയൽ റെഡി ആയിട്ടുണ്ട്. പരിപ്പ് കറി റെഡിയാക്കാനായിട്ട് ചെറുപയർ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയും ജീരകവും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ ഒരു പരിപ്പ് വേവിച്ചിട്ടുള്ളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ കടുക് ചേർത്ത് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് താളിക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ഒരു ചെറുപയർ വേവിച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് തോരന് വേണ്ടിയിട്ട് ഞാനിവിടെ കായയുടെ തോടാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് തേങ്ങയും ജീരകവും പച്ചമുളകും ഒക്കെ ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അരപ്പിൻ്റെ പച്ചമണം മാറാനായിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് പയറ് കൂടി വേവിച്ചത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ മധുരക്കറിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ടിനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങയും പച്ചമുളകും ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും കുറച്ച് തൈര് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇത് പച്ചടിയിലേക്കും കിച്ചടിയിലേക്കും വേണ്ടിയിട്ട് ഒന്നിച്ചിട്ട് അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങ അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ചേർത്തിട്ട് ഒന്ന് കടുക് ചതഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ മധുരക്കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് കുറച്ച് വറ്റൽമുളക് കൂടി ഇട്ടിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിട്ടുള്ള അരപ്പൂടെ ചേർത്തിട്ട് അരപ്പിൻ്റെ പച്ച ടേസ്റ്റൊക്കെ പോകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ട് അതിലേക്ക് കുറച്ച് മുന്തിരി കൂടി കഴുകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് തൈര് നന്നായിട്ട് ഉടച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കട്ടകളൊന്നും ഇല്ലാതെ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചട്ടിയുടെ ആ ഒരു ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ട് നന്നായിട്ട് വേവിച്ചിട്ട് അത് ഒന്ന് മിക്സിയുടെ ജാറിൽ കറക്കി എടുത്തിട്ടുണ്ട്. ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബീട്രൂട്ട് പച്ചടി ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ടാണ്.
കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒന്ന് അടിച്ചു വെച്ചിട്ടുള്ള ബീട്രൂട്ടും അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നേരത്തെ ബീട്രൂട്ട് ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുള്ളതാണ്. അതിലേക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുള്ള തൈരൂടെ ചേർത്ത് നല്ലപോലെ അങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തത് വെണ്ടയ്ക്ക കിച്ചടിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഓയിൽ ചൂടാക്കിയിട്ട് വെണ്ടയ്ക്ക ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി വെക്കുന്നുണ്ട്. ഒരു പാത്രത്തിലേക്ക് തൈര് നന്നായിട്ട് ബീറ്റാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ പച്ചടിയുടെ അരപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. ഇത് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇനി കടുക് കൂടി താളിച്ചൊഴിച്ചാൽ മതി. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഒന്ന് താളിച്ചിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈരിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഇനി ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വെണ്ടയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. ചോറ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് അടപ്രഥമനാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1/2 കിലോ ശർക്കര പാനിയാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 200 ഗ്രാം അട വേവിച്ചത് കൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ട് വരട്ടിയെടുക്കാം. ഈ ഒരു ശർക്കര പാനിയിൽ അട നന്നായിട്ട് തന്നെ വരട്ടിയെടുക്കണം. പാനിയൊക്കെ ഒന്ന് തിക്കായി ഒന്ന് സൈഡിൽ പിടിക്കുന്ന ആ ഒരു പാകം വരെ എത്തണം. ഇപ്പോൾ അടയൊക്കെ നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ഒരു 6 കപ്പ് രണ്ടാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ രണ്ടാം പാലും ഒന്ന് വറ്റി കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരണം. അപ്പോൾ ഇതിലേക്ക് ചവ്വരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചവ്വരി ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുതിർത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പാലിൽ കിടന്നിട്ട് ഈ ചവ്വരി നന്നായിട്ട് അങ്ങ് വെന്ത് കിട്ടും. ഇപ്പോൾ രണ്ടാം പാല് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചൂടിലിരുന്നിട്ട് ചവ്വരിയൊക്കെ ഒന്നുകൂടി ഒന്ന് വെന്ത് വന്നോളും. ഇതിലേക്ക് ഏലക്കായും ജീരകവും ചുക്കും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കൂടെ നെയ്യിലൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ പച്ചമോര് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ പപ്പടവും വറുത്തെടുത്തിട്ടുണ്ട്. അടുത്തത് സേമിയ പായസമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് സേമിയ ഇട്ട് കൊടുത്ത് ചവ്വരിയും ചേർത്ത് കൊടുത്തിട്ട് പാലൊഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കൂടെ മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് ഒന്ന് തിക്കായി വന്നപ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നട്ട്സൊക്കെ ഫ്രൈ ചെയ്തതും ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു സദ്യയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്